CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് രാജിക്കത്ത് നൽകി. രാജി രാഷ്ട്രപതി സ്വീകരിച്ചു. ശനിയാഴ്ച പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കടുത്ത തീരുമാനവുമായി UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. പൊതുരംഗത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്നും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും മുരളീധരൻ. തൃശൂരിൽ മുരളി തോറ്റത് കോൺഗ്രസിന്റെ വർഗീയ രാഷ്ട്രീയം കാരണമെന്ന് പത്മജ വേണുഗോപാൽ. മുരളി മന്ദിരത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. തന്റെ മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്ന് സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയെ നാളെ കാണുമെന്നും സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് യാത്ര തിരിക്കും മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഭരിക്കുന്ന പുന്നയൂർകുളത്തും പുന്നയൂരിലും UDFന് മുൻതൂക്കം. പുന്നയൂർകുളത്ത് ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. പുന്നയൂർ വളയംതോട് പാലത്തിന് സമീപം ബൈക്ക് തെന്നിമറിഞ്ഞ് യുവതിക്ക് പരിക്ക്. തൊഴിയൂർ സ്വദേശിനി കറുപ്പം വീട്ടിൽ 40 വയസ്സുള്ള ഷൈജയ്ക്കാണ് പരിക്കേറ്റത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ചുറ്റുപാടിനെ അറിയേണ്ടതിന്റെയും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കാനുള്ള ദിനം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജൂൺ 16-നാണ് തിരുനാൾ. ഊട്ടുസദ്യയും ഉണ്ടാകും. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ മണലൂർ നിയോജകമണ്ഡലം തലത്തിൽ ശാസ്ത്ര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കാരമുക്ക് SNGS സ്കൂൾ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. അക്കിക്കാവ് ബൈപ്പാസ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും തലവേദനയാകുന്നു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ പുനർനിർമ്മാണത്തിനാണ് ആഴ്ചകൾക്ക് മുൻപ് ഗതാഗതം ഭാഗികമായി തടഞ്ഞിരുന്നു. ഇരട്ടപ്പുഴയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്ന കുഴി കോൺക്രീറ്റ് ഇട്ട് നികത്തി നാട്ടുകാർ. ജയഭാരത് നഗർ റോഡിലാണ് വാഹനങ്ങൾക്ക് ഭീഷണിയായി കുഴിയുണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതിനോടനുബന്ധിച്ച് BJP പ്രവർത്തകരും ആലത്തൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വിജയിച്ചതിനോടനുബന്ധിച്ച് LDF പ്രവർത്തകരും ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.